പണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2019, അതെ 2019 വെച്ച് തന്നെ. ചിലപ്പോ നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചു കാണും. നോർത്ത് ഇന്ത്യയിലെ ഒരു കുഗ്രാമത്തിൽ വെച്ച് എനിക്ക് ഇതുപോലൊരു ആക്രമണം ഉണ്ടായി. അതിനെ സാരമ്മ മേഡം, ഇത് കുഗ്രാമല്ല. ഇവിടുന്ന് 200 മീറ്റർ ഇങ്ങോട്ട് പോയാ റെയിൽവേ സ്റ്റേഷനാ, 200 മീറ്റർ അങ്ങോട്ട് പോയാൽ ബസ് സ്റ്റാൻഡ്, പിന്നെ ഇങ്ങോട്ട് 200 മീറ്റർ പോയാൽ പഞ്ചായത്ത് ഓഫീസ്. പിന്നെ ഇതെങ്ങനെ കുഗ്രാമാവുക? സോറി, ഇതിനേക്കാൾ കുഗ്രാമമായ ഒരു സ്ഥലത്ത് വെച്ച്. അങ്ങനെ പറയാ. ഇപ്പൊ ശരിയായ? എന്നിട്ട് അവിടെ എനിക്ക് 2 മാസത്തെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. ഒരു കുടിലായിരുന്നു താമസിച്ചിരുന്നത്. കുടില്ല? കുടിലെന്ന് പറഞ്ഞാൽ ഈ ഓലൊക്കെ മേഞ്ഞ് അത് തന്നെ. നല്ല രസമായിരിക്കും അല്ലേ? പിന്നെ അപ്പൊ അവിടെ പശുക്കളൊക്കെ ഉണ്ടായിരുന്നോ? പശുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട്, എല്ലാം ഉണ്ട് അവിടെ. കൃഷി എന്താ അവിടെ? കൃഷി നോർത്ത് ഇന്ത്യ അല്ലേ, കൂടുതലും ഗോതമ്പ് ഒക്കെയാണ്. ഗോതമ്പാ? നെല്ലുണ്ടാവില്ല അവിടെ അല്ലേ? നെല്ല് കുറച്ചേ ഉള്ളൂ. അത് ഈ ഗോതമ്പിന്റെ ഇടയിൽ ഇങ്ങനെ വേണമെങ്കിൽ നെല്ല് കൃഷി ചെയ്യാം അവർക്ക്. അല്ല പുണ്ണി, നമ്മളിപ്പോ കൃഷിയെ കുറിച്ചല്ലല്ലോ ചർച്ച ചെയ്തത്, മാഡത്തിന്റെ ബോംബെറിഞ്ഞ വിഷയത്തെ കുറിച്ചല്ലേ മാഡം പറയണം. അല്ല, അവിടെ ഞാൻ താമസിച്ചിരുന്ന സമയത്ത് ഇതേപോലെ തന്നെ അക്രമികൾ വന്ന ആ കുടിലിന് നേരെ ബോംബെറിഞ്ഞു. അയ്യോ, അപ്പൊ മേഡം കുടിലുണ്ടായിരുന്നോ? കുടിലിൽ ഞാനുണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്നിങ്ങനെ വർത്താനം പറയാൻ ആളുണ്ടാവുമോ പുണ്യെ? അപ്പൊ മേഡം ഇവിടെ ഉണ്ടാകുമായിരുന്നില്ലെങ്കിൽ അവിടെ ഉണ്ടാകുമായിരുന്നു. അവിടെ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. എന്താ ഉദ്ദേശിക്കുന്നേ? അല്ല, ഇവിടെ ഉണ്ടായില്ലെങ്കിൽ അത് പ്രശ്നമാകണ്ട. ഇത് ഷായനയുടെ ഉപ്പയാ. ഷായനെ പോലെയാണ് ഉപ്പ. അല്ല, ഉപ്പയെ പോലെയാണ് ഷായന. മേഡം പറയും. എന്നിട്ട് അപ്പൊ മേഡം കുടിലില്ലാതെ പോയേ? അതെന്താന്ന് വെച്ചാ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൃഷിക്കാരാണ് അവിടെ കൂടുതലും. അപ്പൊ അവരുടെ പാടത്തിലോട്ടുള്ള വെള്ളം വേറൊരു കൂട്ടർ ബ്ലോക്ക് ചെയ്തു. അപ്പൊ അതിന്റെ പേരിൽ അവിടെ എന്തോ കശപിശയും കാര്യങ്ങളും ഒക്കെ നടക്കുകയായിരുന്നു. അത് പരിഹരിക്കാൻ വേണ്ടിയാ ഞാൻ അങ്ങോട്ട് പോയത്. അവിടെ വെള്ളത്തിനൊക്കെ ക്ഷാമാണ് അല്ലേ? പിന്നെ ഉത്തരേന്ത്യ അല്ലേ, നമ്മുടെ ഈ കേരളത്തിലെ പോലെ സുലഭമായിട്ട് മഴവെള്ളമൊന്നും കിട്ടുന്നില്ലല്ലോ. പക്ഷേ ഈ ഗോതമ്പിന് നെല്ലിന് അത്ര വെള്ളത്തിന്റെ ആവശ്യമില്ല. നെല്ലിന് ഒരുപാട് വെള്ളം വേണം. ഗോതമ്പ് എന്ത്? അതല്ലല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാഡത്തിന്റെ ബോംബാക്രമണം അതല്ലേ മാഡം പറയണം. അല്ല, അതത്രേ ഉള്ളൂ. ബോംബ് എറിഞ്ഞിട്ട് അവര് പോയി, ഞാൻ രക്ഷപ്പെട്ടു, അത്ര തന്നെ. രക്ഷപ്പെട്ടാണ് മേഡം അല്ലേ? പിന്നെ അവിടെ ബോംബെറിഞ്ഞവർ തന്നെയായിരിക്കും ഇപ്പൊ ഇവിടെയും ബോംബെറിഞ്ഞിണ്ടാവുക. എന്റെ പുണ്ണി എന്ത് വർത്താനായി പറയുന്നത്? ഈ ബോംബെറിയുന്ന ഒരു ആധാർ കാർഡും കൊണ്ടുവന്നാണ് ബോംബെറിയുന്നത്. ആരാന്ന് ഒത്തുനോക്കാൻ വേണ്ടിട്ട് കണ്ട മനസ്സിലാവില്ലേ? അത് കാണണ്ടേ? ഇവരൊക്കെ എന്നെ തന്നെ ടാർഗറ്റ് ചെയ്യുന്ന എന്നാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇല്ല, ഒരു കുഴപ്പമില്ല. നമ്മളും അല്ല സാറാമ്മയുടെ താവളം ഇപ്പൊ കൊട്ടിലപ്പാട് തറവാടാന്ന് അറിഞ്ഞുകൊണ്ടുള്ള ആക്രമണം തന്നെയാണ് അവരുടെ. ഒരു സംശയമില്ല. കുഴപ്പങ്ങളൊന്നുമില്ല, ഒന്നും സംഭവിച്ചില്ല. ഒരു പോറൽ പോലും സംഭവിച്ചിട്ടില്ല. മേഡം, ബോംബാക്രമണത്തെ കുറിച്ച് മൊത്തത്തിലൊരു ചർച്ചയുണ്ട് കേട്ടോ പാർട്ടിയില്. അല്ല, എന്നാലും ഇവർ ഇങ്ങനെ വേട്ടയാടണം എന്തിനാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അതേന്നെ, എന്നെ എന്തിനാ ഇവരിങ്ങനെ ഭയക്കുന്നേ? ഞാൻ മരിച്ചാലും എന്റെ ആശയങ്ങൾ മരിക്കുന്നില്ലല്ലോ. അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല മേഡം. അവര് ഭയക്കും. മേഡത്തിന്റെ ആശയങ്ങൾ അത്ര ശക്തമാണ്. എന്തായാലും നോർത്തിലെ പോലത്തെ ഒരു ആക്രമണം കേരളത്തിൽ ഉണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ടാണ് പാർട്ടി എന്നെ കേരളത്തിലോട്ട് അയച്ചത്. ഇവിടെ സ്ഥിതി വ്യത്യസ്തമൊന്നുമല്ല. എന്തായാലും സംഭവം മൊത്തത്തിലൊന്ന് ചർച്ചയായിട്ടുണ്ട്. കേന്ദ്രത്തിൽ വരെ അറിഞ്ഞിട്ടുണ്ട് സംഭവം. ഒരു ചാനൽ ചർച്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിപ്പോ ചാനലുകാർക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ ചർച്ച ചെയ്യാൻ. ശരിയാ. സംസ്ഥാന തലത്തുനിന്നും കേന്ദ്ര തലത്തുനിന്നൊക്കെ വിളികൾ വന്നിട്ട് മറുപടി പറഞ്ഞ് ഞാൻ തോറ്റുണ്ട് മേഡം. അത് മിസ്റ്റർ പങ്കജാക്ഷി, ഇനി വിഷമിക്കണ്ട, ഞാൻ മാനേജ് ചെയ്തോളാം. അല്ല, എനിക്ക് വിഷമമൊന്നുമില്ല. മേഡത്തിന്റെ സുരക്ഷ എന്റെ ഉത്തരവാദിത്തമല്ലേ? അതെ മേഡം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. മേഡം 2 ദിവസമൊക്കെ പുറത്തേക്ക് ഇറങ്ങണ്ട, ഇവിടെ വീട്ടിനുള്ളിൽ തന്നെ ഇരുന്നാൽ മതി. അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. എനിക്ക് റൂമിനകത്ത് കയറി കുറ്റി അടച്ചിരിക്കാനൊന്നും പറ്റത്തില്ല. എനിക്ക് എന്റെ ആവശ്യത്തിന് പുറത്തിറങ്ങണം. അതൊന്നും വേണ്ട, 2 ദിവസം വീട്ടിനുള്ളിൽ തന്നെ ഇരുന്നാൽ മതി. അല്ല പങ്കിമാവ, എനിക്കൊരു സംശയം. എന്ത്? ഇനിയിപ്പോ വീട്ടിൽ തന്നെ ഇരുന്നാലേ അവര് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞാൽ നമ്മളൊക്കെ ചത്തുപോയില്ലേ? എന്താണ്ട് പുണ്യ എന്തൊക്കെ ഈ പറയണേ? പോയ എല്ലാവരും ഇനി മേഡം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. എല്ലാവരും ഇറങ്ങിക്കോ. മേഡത്തിനെ ഞാനൊരു മോരുവെള്ളം കൊണ്ടുവരാം, നല്ല ഉന്മേഷം ഉണ്ടാവും. മോരുവെള്ളം വേണ്ട പുണ്യ. എനിക്ക് വേണം. കണ്ടോ, വേണമെന്ന്. എന്നാ വേണം. ഒരു കാര്യം ചെയ്തോ, മോരുവെള്ളത്തില് കുറച്ച് നാരകത്തിന്റെ ഇലയും വേപ്പിലൊക്കെ ഇട്ട് ഇടിച്ച് ചതച്ച് നല്ല ഉഷാറായിട്ട് കൊണ്ടുപോവാ. അതെ, കറിവേപ്പില നാരകത്തിന്റെ ഇല ഒന്നും വേണ്ട കേട്ടോ. വെറും മോരുവെള്ളം ഒന്നും കേട്ടോ. ഞാൻ കൊണ്ടുവരാം. ശരി. എല്ലാവരും പോ. അല്ല മിസ്റ്റർ പങ്കജാക്ഷൻ, കൊറേ നേരമായിട്ട് ഒരേ ഇരിപ്പിരിക്കുകയാണേ. ഇന്ന് കിടക്കണമായിരുന്നു. ആയിക്കോട്ടെ, കിടന്നോളൂ. എന്തു പറ്റി? ഒന്നുമില്ല.
എന്നാലും എൻ്റെ സീതയെ ഈ ബോംബാക്രമണം എന്നൊക്കെ പറഞ്ഞാലേ പത്രത്തിലും ജീവിയും മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇതിപ്പോ കുട്ടലപ്പാട്ടിന്റെ തറവാട് നമുക്ക് കാണേണ്ടി വന്നില്ലേ? അതല്ല പച്ചി രസം. ഞാനാണെങ്കിൽ കാറ്റ് കൊള്ളാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പുറത്തിറങ്ങി നിൽക്കാറുണ്ട്. ഈ സാറാമ്മ മേഡം ആണെന്നും പറഞ്ഞു ആരെങ്കിലും എന്റെ മേത്തെങ്ങാണ് ബോംബെറിഞ്ഞായിരുന്നെങ്കിൽ എന്തായാലും കഥ. കാർന്നോമാരുടെ അനുഗ്രഹം കൊണ്ട് തറവാടിന്റെ മുറ്റം ചോരക്കളാവാഞ്ഞത്. സത്യം. അല്ലടി, ഈ ബോംബൊക്കെ എറിഞ്ഞു കൊല്ലാൻ മാത്രമേ ഇത്ര വലിയ നേതാവാണോ ഈ സാറാമ്മ? ഞാനിപ്പോഴാ അറിയുന്നത് കേട്ടോ. നേതാവിന്റെ വലിപ്പം കൊണ്ടാണല്ലോ കാര്യങ്ങൾ ഇവിടം വരെ എത്തിയത്. എന്തായാലും പങ്ക്യാമനെ നാളെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നുണ്ടെന്ന് തോന്നുന്നു പരാതി കൊടുക്കാൻ. പരാതി കൊടുത്താൽ പിന്നെ ഗംഭീര അന്വേഷണം നടക്കും. പിന്നെ ഈ കൊട്ടിലപ്പാട്ട് ബോംബ് സ്ക്വാഡും മണം പിടിക്കുന്ന പട്ടിയൊക്കെ കേറി നിറങ്ങും. ഓ, എന്റെ വീട് അവര് മുടിപ്പിക്കും. ഏത് നേരത്താണോ എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത്? എൻ്റെ വീട്ടിലോട്ടങ്ങ് പോയാൽ മതിയായിരുന്നു. അല്ല, എന്നാ പിന്നെ ഹാപ്പയും ഉമ്മയും കൂടെ ഒന്ന് വീട്ടിൽ പോയി പരിസരമൊക്കെ ഒന്ന് തൂത്തി വൃത്തിയായിട്ട് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരുമ്പോൾ മോളെ വിളിച്ചാൽ മതി. വരാം. എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാണ്ടേ ആരും എവിടെയും പോണില്ല. ഓ എൻ്റെ ഭഗവാനെ, എന്തൊരേടാ കൂടമാണോ ഇത്? അല്ലടി, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നതിന് മുമ്പ് പാർട്ടിയിൽ നിന്ന് എന്തോ അന്വേഷണം ഉണ്ടാവും പങ്കി പറഞ്ഞായിരുന്നല്ലോ. അതൊക്കെ ഉണ്ടാവും, പക്ഷെ ഈ പ്രശ്നം പാർട്ടിയുടെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പടച്ചോനെ, ഇനി എന്തെല്ലാം പ്രശ്നങ്ങളാ ഉണ്ടാവാൻ പോകുന്നത്. ഉമ്മ, സാറാമ്മ മേഡത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ വേണ്ടിട്ടേ മിക്കവാറും കേന്ദ്രത്തിൽ നിന്ന് ഇടപെടൽ ഉണ്ടാവാനാ ചാൻസ്. അങ്ങനെയാണെങ്കിലേ പിന്നെ നമ്മുടെ എല്ലാം ജീവിതം ഗൺ പോയിന്റിലായിരിക്കും, കരിമ്പൂച്ചകൾക്ക് നടുവിൽ. അല്ലാ, കൈയും കാലും ഒക്കെ കുഴയുന്ന പോലെ. ഏതായാലും അപ്പച്ചിയും കൂടെ ഇവിടെ ഉള്ളത് കാര്യമായി. ഒരു പ്രശ്നം വരുമ്പോ കുടുംബക്കാർക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നിൽക്കാലോ. ഒരുമിച്ച് നിൽക്കാം. ഇനി എപ്പോഴാണാവോ പോലീസുകാർ ഈ വീടിന് ചുറ്റും ചുവന്ന റിബൺ ഡു നോട്ട് ക്രോസ് എന്ന് പറഞ്ഞ് കെട്ടാൻ പോണേ. ഓ എന്റെ പൊന്നു ഷാഹിന, നീ ഇങ്ങനെ ഇരുന്ന് ദുരന്തം പറയാതെ എഴുന്നേറ്റ് പോ. അമ്മേ, ഞാൻ ദുരന്തം പറഞ്ഞല്ല, വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി പറഞ്ഞതാ. എൻ്റെ ഭഗവാനെ, നമ്മുടെ എല്ലാം ജീവിതം കരിമ്പൂച്ച നക്കുമല്ലോ. നിങ്ങളെല്ലാവരും സൂക്ഷിച്ചോ, ഈ കൊട്ടിലപ്പാട്ടിന് ചുറ്റും ഒരു കാർമേഘം ഉരുണ്ടുകൂടുന്നുണ്ട്. ബോംബാക്രമണമാണിത്. പങ്കിസാറിന്റെ വീട്ടില് കൊണ്ട് രക്ഷപ്പെട്ടത്. ഇത് മറ്റേ ടീം തന്നെയാണ്, എതിർ കക്ഷിയുടെ ആൾക്കാർ തന്നെയാണ് സംഭവിച്ചേക്കണത്. നിങ്ങളിങ്ങോട്ട് വേഗം വാങ്ങട്. എന്തോ ഭാഗ്യം കൊണ്ടാണ് പങ്കിസാർ ഷോട്ട്. ബോംബൊന്ന് പിന്നല്ലാണ്ട് എന്തും തലനാരിഴയിൽ നമ്മൾ സാറ് രക്ഷപ്പെട്ടത്. നമ്മൾ ഇത്രയും കാലം വിട്ടുകൊടുത്തോണ്ടാണ്. സ്റ്റെപ്പ് ഇറങ്ങാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇറങ്ങണമെന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നുണ്ട്. കിട്ടത്തില്ലാണ്ട് ഞാൻ പിന്നെ വിളിക്കാം. സാറുണ്ട് കുറെ നേരമായി വന്നിട്ട്. സാറേ കുറച്ചുകൂടെ പഠിക്കണോ? ഇല്ല ഇല്ല, കുഴപ്പമില്ല, ഇവിടെ ഇരുന്നോട്ടെ. അപ്പോ കാര്യത്തിൽ കിടക്കാം അല്ലേ? പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മുടെ സാറാമ്മ മേഡത്തിന് നേരെയുണ്ടായ ഈ ബോംബാക്രമണം നമ്മളെല്ലാവരും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുമല്ലോ. ഈ ഒരു സാഹചര്യത്തിൽ ഈ വിഷയം നടന്നത് നമ്മുടെ ഈ വീട്ടിൽ വെച്ചാണ് എന്നുള്ളത് കൊണ്ടും പാർട്ടിയുടെ ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണം വേണമെന്നുള്ള ഒരു അറിയിപ്പ് കിട്ടിയത് കൊണ്ടുമാണ് നമ്മളിന്ന് കൂടിച്ചേർന്നിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മറ്റൊരു തരത്തിലുള്ള ഒരു പോലീസ് സ്റ്റേഷൻ ബന്ധപ്പെട്ട് അങ്ങനെ ഒരു പരാതി കൊടുക്കുന്നതിനൊക്കെ മുൻപ് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എവിഡൻസ് ഈ പരിസരത്ത് നിന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആദ്യത്തെ കാര്യം. കാരണം അങ്ങനെയൊക്കെ ചെയ്തിട്ട് അവിടെ പോയിട്ട് കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ വെറുതെ ഇതൊരു വാർത്താ വിഷയമാക്കി അങ്ങോട്ട് മാറ്റി പിന്നീട് വന്ന് നോക്കുമ്പോൾ വേറെ തെളിവുകളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ആകെ നമ്മൾ പണിയെടുത്തേക്ക് വെറുതെ ആയി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പരിസരത്ത് നിന്ന് ബോംബാക്രമണം നടന്നിട്ടുള്ളതിനെ ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെളിവ് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി ഈ ഒരു സമയം ചെലവഴിക്കാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും തയ്യാറാണല്ലോ? തീർച്ചയായിട്ടും. സെർച്ച് അല്ല, ഞാൻ വിട്ടിരുന്നു.
ശരിക്ക് അരിച്ചു പെറുക്കിക്കോട്ടോ. നമുക്ക് ഏത് എവിഡൻസ് കിട്ടിയാലും കളയണ്ട. ബോംബ് തെരയാൻ നിന്നിട്ട് പാമ്പ് തെരഞ്ഞു പിടിക്കരുതേ. നോക്കണം കേട്ടോ. എന്തേലും കിട്ടാണ്ടിരിക്കില്ല സാറേ. ആ മറ്റേ ഇട്ടൂല് കളിക്കുവാണോ? അത്തൂലിയോ? ഇട്ടൂലി ഇല്ലേ, നമ്മളെ വളമുറി സെറ്റപ്പിനൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് നോക്കിയെടുക്കുന്ന അതാണോ? ഒന്നും ഉണ്ടായിരിക്കാമോ? എന്താടാ, എന്താ പറ്റിയ? ഏയ്, അതിപ്പോ ഇവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ ചേച്ചിക്ക് മനസ്സിലായില്ലേ? ബോംബാക്രമണം ഉണ്ടായതൊക്കെ ഓർമ്മയില്ലേ? ആ, അപ്പൊ പാർട്ടി കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് ഒരു എവിഡൻസ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുകയാണ്. അതല്ലാതെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവര് ഉദ്യോഗസ്ഥരൊക്കെ വന്ന് അന്വേഷിക്കുമ്പോൾ ഈ ബോംബ് പൊട്ടിയോടത്തൊക്കെ അവരതിന് പ്രത്യേക ഉദ്യോഗസ്ഥരുണ്ട് വന്ന് അന്വേഷിക്കണവര്. അവരൊക്കെ വന്ന് അന്വേഷിക്കുമ്പോൾ വേറൊന്നും കണ്ടില്ലെങ്കിൽ ഇത് വലിയൊരു വാർത്താ വിഷയമാക്കി മാറ്റും ഈ ഭരണപക്ഷത്തിരിക്കണവരെ. അത് അവർക്ക് കളിയാക്കി ചിരിക്കാൻ ഒരു കാരണമാവരുതല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന്റെ കൃത്യമായിട്ടുള്ള എവിഡൻസ് എന്തെങ്കിലും കിട്ടുമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുക, അല്ലാണ്ട് വേറെ ഒന്നല്ല. നോക്കട്ടെ, എന്തെങ്കിലും കിട്ടാതിരിക്കില്ലല്ലോ. പങ്കി സാറേ, കിട്ടി നാടൻ ബോംബല്ല, സ്റ്റീൽ ബോംബിന്റെ വശം. ഇത് ഗ്ലാസ് അല്ലടോ. എടാ, ഇതെന്റെ കാണാതെ പോയ സ്റ്റീൽ ഗ്ലാസ് അല്ലേ? ഇതെങ്ങനെ അവിടെ വന്നു? അമ്മേ, ഇതേ അപ്പുണ്ണിയേട്ടൻ കണ്ട് ഇവിടെ വൃത്തിയാക്കുമ്പോ ചായ കൊണ്ട് കൊടുത്ത ഗ്ലാസ് മറന്നു വെച്ചതായിരിക്കും. അപ്പൊ ചായ കൊടുക്കുമ്പോ അത് തിരിച്ചു വാങ്ങണ്ടേ ഗ്ലാസ്? ആ കഥയ്ക്ക് ഇനി പിന്നെ പറയാം. അത് പിടിച്ചേ, മതി തരച്ചിലൊക്കെ നിർത്ത്. മോനെ, വലിയ ഉപകാരട്ടാ. എടാ, ഒരു മൊന്തയും കൂടി കാണാതായിട്ടുണ്ട്, അത് എല്ലാരും കൂടി ഒന്ന് തപ്പിയെടുത്ത് തരുമോ? എന്താണോ നിങ്ങൾ ഈ പറഞ്ഞത്? ചേച്ചി എന്താ ഈ പറഞ്ഞേ? ചേച്ചിനെ കാണാണ്ടായ മൊന്ത തരാമെന്നാണോ പാർട്ടിക്കാര്? മതി പരിപാടികളൊന്നും വേണ്ട, ഒക്കെ നിർത്തിക്കോ. തെരച്ചിലൊന്നും വേണ്ട. അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, സാറാ മേഡം ഈ ബോംബ് പൊട്ടുന്ന സമയത്ത് എവിടെ നിന്നിരുന്നത്? ഞാൻ ഈ ഒരു ഭാഗത്താണ് നിന്നിരുന്നത്. ഇവിടെ ഇച്ചൂടെ അങ്ങോട്ട്. ഏതാണ്ട് ആ ഒരു ഭാഗത്തായിട്ടാ ഞാൻ ഫോൺ ചെയ്തോണ്ടിരുന്നത്. ഓ, അപ്പൊ ബോംബ് പൊട്ടിയത് എവിടെയാ? അതിന്റെ ഒരു 2 അടി മുന്നോട്ട്. ഇവിടെ? ഏതാണ്ട് ആ ഒരു ഭാഗത്താണ് ബോംബ് പൊട്ടിയത്. അല്ല, ഇത് ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ അവിടെ തപ്പിയാൽ മതിയായിരുന്നത്. ഞാനും വിചാരിച്ചു ഇവിടെ ബോംബ് പൊട്ടിയാൽ നിങ്ങൾ എല്ലാരും കൂടെ എന്തിനാ ഈ പറമ്പിൽ കിടന്ന് തപ്പാൻ നിൽക്കുന്നതെന്ന്. അതിപ്പോ കുന്തമായ കുടത്തിലും തരണമെന്നാണല്ലോ. അപ്പൊ അവിടെ തെരഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ എന്തായാലും തൽക്കാലം തെരച്ചിൽ നിർത്താം. അതുകൊണ്ട് എനിക്ക് എന്റെ ഗ്ലാസ് കിട്ടിയല്ലോ. സന്തോഷമായോ? അതെ, കൊണ്ടുവയ്ക്ക്. എന്നാലും ബോംബ് പൊട്ടി എന്തെങ്കിലും ഒരു തെളിവ് ഏതാണ്ട് ആ ഒരു ഭാഗത്താണ്. ഇവിടെയാ? ഇവിടെ ഈ ഭാഗത്ത് അല്ലേ? എന്താ ഒരു പടക്കം പൊട്ടിയ വേണം, കരിമരുന്നിന്റെ വേണം. അല്ല ഷായന മോളെ, ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ആരെങ്കിലും ഇവിടെ എല്ലാ പടക്കം പൊട്ടിച്ച് എറിയ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടോ? ഇവിടെയോ? ഇല്ലല്ലോ പങ്കിയാമ്മ. ഇല്ല അല്ലേ? ഇല്ല. എനിക്ക് തോന്നുന്നതേ മാഡം, ഈ ഒരു ഇത് പൊട്ടിയിട്ടുള്ളത് ഓലപ്പടക്കോ ഗുണ്ടോ അങ്ങനെ എന്തോ ഒരു സാധനമാണെന്ന് തോന്നണം. ബോംബല്ല. അല്ലല്ല, ഭയങ്കര സൗണ്ട് ആയിരുന്നു. അതെ, ഈ സൗണ്ട് എനിക്ക് ഈ നൂല് കാണുമ്പോ ഈ ഗുണ്ടുണ്ടല്ലോ, ഗുണ്ടിന്റെ മുകളിൽ ചുറ്റുന്ന ഒരു നൂലിന്റെ കളറാണിത്. അല്ലെങ്കിൽ ഓലപ്പടക്കോ അങ്ങനെ എന്തോ സാധനമാണ് പൊട്ടിയിട്ടുള്ളത് തോന്നണോ? അയ്യേ, ഒരു ഓലപ്പടക്കം പൊട്ടിയതിനാണോ ഗർജിക്കുന്ന സിംഹം പേടിച്ച് ബോധം കെട്ട് വീണത്? അതെ, ഈ ഓലപ്പടക്കത്തിന്റെ ശബ്ദം കേട്ട് ബോധം കെട്ട് വീണ ഇവളാണോ ഡൽഹി പൊളിറ്റിക്സിലെ ഉരുക്കു വനിത? പങ്കജാക്ഷൻ. ചേച്ചി, ഞങ്ങളുടെ നേതാവിനെ വെറുതെ പരിഹസിക്കാന്ന് കരുതും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. മാഡം അകത്തേക്ക് പോയിക്കോളൂ. ഇനിയും ഇതുപോലുള്ള ആക്രമണങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാനായിട്ട് വരും. പോയിക്കോളൂ, റെസ്റ്റ് എടുത്തോളൂ. ഒരു കുഴപ്പമില്ല. പിടിക്കണോ? വേണ്ട, ഞാൻ പൊക്കോളാം. അതെ, ഒരു കാര്യം ഞാൻ പറയാം. എല്ലാവരോടും കൂടിയിട്ട് എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഇവിടെ പൊട്ടിയത് ഈ ഓലപ്പടക്കാണ്, ഗുണ്ടാടൊന്നും പറയാൻ നിൽക്കണ്ട. പൊട്ടിയത് ബോംബ് തന്നെയാണ്. എന്താണ്? ബോംബാണ്. ബോംബാണ്, അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഉമ്മ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? അങ്ങനെ പറയാവുള്ളൂ. അങ്ങനെ പറയത്തുള്ളൂ. എല്ലാവരും പിരിഞ്ഞു പോയിക്കോളൂ കേട്ടോ. ശരി സാർ.
കേട്ടോ മാഡം, അവര് എറിഞ്ഞത് ബോംബല്ല പടക്കായിരുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഏറെക്കുറെ ഒരു ആശ്വാസമായിരുന്നു. മിസ്റ്റർ പങ്കജാക്ഷൻ, അങ്ങനെ ആശ്വസിക്കാറായിട്ടില്ല. പണ്ട് മാധവപൂരിൽ വെച്ച് എനിക്കൊരു ബോംബാക്രമണം ഉണ്ടായത് അറിയാമല്ലോ? ഇല്ല. ഇല്ലേ? പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, വായിച്ചില്ലേ? അല്ലാതെ എല്ലാ ദിവസവും ഓരോന്നും ഇങ്ങനെ പൊട്ടണോണ്ടേ അതിലത്തെ ഏതാന്ന് മനസ്സിലായില്ല. മിസ്റ്റർ പങ്കജാക്ഷൻ, പാർട്ടിയിലെ ഗർജിക്കുന്ന സിംഹമായി എനിക്കെതിരെ ഉണ്ടായ ബോംബാക്രമണം നിങ്ങളൊന്ന് ഓർത്തിരിക്കാത്ത എന്താ? അല്ല, അതെന്താ വെച്ചാൽ മേഡത്തിന് നേരെ അനവധി തവണ അങ്ങനെ ബോംബ് എറിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഈ മാധവന്റെ വീട്ടിൽ വെച്ച് എറിഞ്ഞത്. മാധവന്റെ വീട്ടിലോ? മാധവപൂരില്. അതന്നെ മാധവപൂര്, അതന്നെ. വെറുതെ അല്ലേ ഇവിടെ പാർട്ടി നന്നാകാത്തത്. ബുദ്ധിയും ബോധമില്ലാതെ കുറെ എണ്ണത്തിനെ പിടിച്ച നേതാക്കന്മാരാക്കിയേക്കുന്നത്. അടുത്ത മീറ്റിംഗിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം കുറച്ച് എണ്ണത്തിനെങ്കിലും ബുദ്ധിയും ബോധത്തോടെ ഉള്ള കുറച്ച് എണ്ണത്തിനെങ്കിലും പാർട്ടി ചേർക്കണമെന്നാ. വേണം മേഡം, തീർച്ചയായിട്ടും മേഡം. ഞാനത് അനവധി തവണ ശ്രമിച്ചതാണ്. പക്ഷെ നടക്കണ്ടേ, നമ്മൾ ചെന്ന് പറയണ്ട ഒരൊറ്റ ഒരെണ്ണം അങ്ങോട്ട് വരണ്ടേ. അതിൽ ചേരാണ്ടിരിക്കാനുള്ള ബുദ്ധിബോധമൊക്കെ ഞങ്ങൾക്ക് ഉണ്ട് എന്നാ പറയണേ. പിന്നെ എന്താ ചെയ്യാ നമ്മള്? അല്ല, അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന വിഷയം എന്താ? ഈ പടക്കം പൊട്ടുന്നതിന് മുമ്പ് ബോംബ് അല്ല, ആ ഫ്ലോ അങ്ങ് പോയി. ഞാൻ ആരോടെ ഇതൊക്കെ പറയേണ്ടത്? അല്ല, അങ്ങനൊരു ആക്രമണം ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ. അതായത് മാധവപൂരിൽ വെച്ച് എനിക്കൊരു ബോംബാക്രമണം ഉണ്ടായല്ലോ. അതിന് 3 ദിവസം മുമ്പ് ഇതേപോലെ ഒരു നാടൻ പടക്കം എറിഞ്ഞിട്ട് അവരൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. അതിനുശേഷമാണ് ശരിക്കുള്ള ബോംബ് അവർ എറിഞ്ഞത്. അതേ പാറ്റേൺ ആണ് അവർ ഇവിടെയും ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമേ ഒരു നാടൻ പടക്കം എറിഞ്ഞു, 3 ദിവസം കഴിയുമ്പോ കണ്ടോ ശരിക്കുള്ള ബോംബ് കൊണ്ട് ഇടും അവര്. ഒരു പൊട്ടന്മാരാണ്. എന്തിനാ അവര് ഈ പടക്കം ഇങ്ങനെ എറിഞ്ഞ് വേസ്റ്റ് ആക്കണം എന്ന് ആലോചിക്കണേ. എന്തായാലും ബോംബ് എറിയണം. പിന്നെ അതിനു മുമ്പ് ഒരു പടക്കം എറിഞ്ഞ അതല്ല ഉത്സവത്തിന് കൊണ്ട് വെട്ടിച്ചാ പോലെ. വിവരം വിവേകം എന്ന് പറഞ്ഞത് ഇതിന്റെ ഒന്നിന്റെ ഇതിലില്ല എന്നുള്ളതാ. അതെ, കറക്റ്റാ. വിവരം ബോധം ഒന്നിന്റെയും കൂടെ വഴിക്ക് പോയിട്ടില്ല. ചെറുപ്പം ഞാൻ പറഞ്ഞ തന്നെ ബുദ്ധിയും ബോധമുള്ള ഒരുത്തം പോലും ഇല്ലേ പാർട്ടിക്കകത്ത്. ആകെ നമ്മളെ പോലുള്ള 2-3 പേരുണ്ട് ഇപ്പൊ. അതും കൂടി പോയാ പാർട്ടി തീർന്നു. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മാഡത്തിന് അങ്ങനെ അത്രയ്ക്ക് ഉറപ്പുണ്ടെന്ന് വെച്ചെങ്കില് നമുക്കൊരു പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടാലോ? മിസ്റ്റർ പങ്കജാക്ഷൻ, 2 പോലീസുകാരെ ഇവിടെ കൊണ്ട് നിർത്തി ഈ ബോംബ് ഇടാൻ വരുന്നവര് ബോംബ് ഇടാതെ പോവോ? അപ്പൊ പിന്നെ വെറുതെ എന്തിനാ അവരെ കൂടെ കുരുതി കൊടുക്കുന്നേ? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാനൊരു മാർഗം കണ്ടിട്ടുണ്ട്. എന്താ? താവളം മാറുക. അയ്യോ, നമ്മളെല്ലാവരും കൂടി ഇവിടുന്ന് മാറുക. ചേച്ചി ഒന്നും എവിടേക്കും വരില്ല. ചേച്ചിയൊക്കെ എന്തിനാ എന്റെ കൂടെ വരുന്നത്? ഞാൻ ഒറ്റയ്ക്ക് താവളം മാറുന്ന കാര്യമാണ് പറയുന്നത്. അല്ല, അത് വേണോ? നമ്മളൊന്ന് ആലോചിച്ചിട്ട് പോരെ. പൊന്നു പങ്കജാശ, അവര് ടാർഗറ്റ് ചെയ്തേക്കുന്ന എന്നെയാണ്. ഞാൻ ഉള്ളിടത്താണ് അവര് ബോംബിടുന്നത്. ഞാൻ കാരണം ഈ വീട്ടിലുള്ളവർ എന്തിനാണ് കഷ്ടപ്പാട് സഹിക്കുന്നത്? അല്ല, അതുകൊണ്ട് കാര്യമില്ല മാഡം. അത് മാഡത്തിന് മാത്രം അങ്ങനെ കുരുതിക്ക് കൊടുത്തിട്ട് അങ്ങനെ അത് പറ്റില്ല. നേരിടുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് നേരിടും. മിസ്റ്റർ പങ്കജാക്ഷൻ, ഞാൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഉറച്ചു നിൽക്കുന്ന ആളാണ്, അറിയാമല്ലോ. താവളം ഞാൻ മാറുക എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഒരു കാര്യവും ഇല്ല. അതിന് വേണ്ടുന്ന ഏർപ്പാടുകൾ എന്താന്ന് വെച്ചാൽ അത് ചെയ്യുക. അതിനാണ് ഞാൻ പങ്കജാക്ഷനെ വിളിപ്പിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി എന്നെ ചോദ്യം ചെയ്യരുത്. ഇല്ല. നോക്കി നിൽക്കാതെ ഒന്ന് പിടിച്ചെഴുന്നേപ്പിക്കണോ? നല്ല സ്റ്റെപ്പ് എടുത്ത്. അല്ല, നമ്മളെല്ലാം കൂടെ ഇത്രയും വലിയ യാത്രയായി കൊടുക്കാൻ അവളെ എന്റെ പ്രസവത്തിൽ വിടുവാണോ? ഓ, എന്തായാലും കുറ്റിയും പറിച്ച് പോവാണല്ലോ. സമാധാനം. സത്യം. ഒന്ന് മിണ്ടാതിരിക്കുക 2 എണ്ണം കൂടെ. അല്ല സീതേച്ചി, ഞാൻ ആലോചിക്കുവായിരുന്നേ, പുലി പോലെ വന്ന ആള് ഒരു ഓലപ്പടക്കം കണ്ടങ്ങ് ഞെട്ടിത്ത് ബോധം കെട്ടി വീണില്ലേ? അതല്ല, എന്തൊരു തള്ളായിരുന്നു. സത്യം. ഒന്ന് ചുമ്മാ ഇരിക്കും സീതേ. ആ കൊച്ചു പോവല്ലയോ, ഒന്ന് സന്തോഷമായിട്ട് യാത്രയാക്ക്. ഇതും ഉണ്ടായി ആങ്ങളേക്ക് നൊന്തു. ആ
പിടിച്ചിട്ടോ. പിടിക്കണോ മേഡം? വേണ്ട. പങ്കജാക്ഷൻ വിട്ടോ, ഞാൻ അങ്ങനെ ഇറങ്ങിക്കോളാം. എല്ലാവരും ഉണ്ടല്ലോ. ഇത്രയും വലിയൊരു യാത്ര ഇപ്പൊ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പൊ മിസ്റ്റർ പങ്കജാക്ഷൻ, ഞാൻ അങ്ങ് ഇറങ്ങുകയാണ് എല്ലാം പറഞ്ഞ പോലെ. തൽക്കാലം ഒന്ന് മാറി നിൽക്കാന്ന് കരുതിയാ മതി മാഡം. എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം. തീർച്ചയായിട്ടും തിരിച്ചു വരും. പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനല്ലേ. പിന്നല്ലേ.